ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി മാംഗോ പുഡിംഗ് ആയിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം 10 ഗ്രാം ചൈന ഗ്രാസ് എടുക്കണം. അത് നമ്മൾ ചെറിയ പീസസ് ആയി കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് 1 കപ്പ് വെള്ളം കേട്ടോ, 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അത് ജസ്റ്റ് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം അത് മാറ്റി വെക്കാം ഒരു സൈഡോട്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മാങ്ങ കഴുകിയെടുക്കാം കേട്ടോ. മാങ്ങ കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് മാങ്ങൻ്റെ പൾപ്പ് എന്ത് ചെയ്യാം, ഒരു ജാറിലേക്ക് മാറ്റി അടിച്ചെടുക്കാം. ഇനി നമുക്ക് 1 കൊട്ട പാലാണ് കേട്ടോ വേണ്ടത്. 1 കൊട്ട പാല് നമുക്ക് ചൂടാവാൻ വേണ്ടി വെക്കാം. അതേ സമയം തന്നെ നമുക്ക് എന്താക്കാം, നമ്മൾ നേരത്തെ കുതിരാൻ വെച്ച ചൈന ഗ്രാസും ചൂടായി മെൽട്ടാവാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പാലും ചൈന ഗ്രാസും ഒരേ സമയത്ത് വെക്കണം കേട്ടോ. എന്താ വെച്ചെങ്കിൽ രണ്ടിനെയും ചൂട് ഒരേപോലെ ആവണം കേട്ടോ അത്. അപ്പം നമുക്ക് ചൈന ഗ്രാസും മെൽട്ടാകുന്നവരും പാല് നല്ലോണം തിളക്കണ്ട കേട്ടോ. ഒരു ഇളം ചൂടാകുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് മിൽക്ക് മെയ്ഡും ആവശ്യത്തിനുള്ള പഞ്ചസാര ഒഴിച്ചു കൊടുക്കാം. മിൽക്ക് മെയ്ഡ് മാത്രം ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മിൽക്ക് മെയ്ഡും യൂസ് ചെയ്തു, പഞ്ചസാരയും യൂസ് ചെയ്തു കേട്ടോ. രണ്ടും കൂടെയാണ് ഉപയോഗിക്കുന്നത്. നന്നായി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ഇടയിൽ നമ്മൾ ഇപ്പുറമില്ല ഇതും കൂടെ മറക്കല്ലേ, ചൈന ഗ്രാസും കൂടെ നോക്കണം. ഇതാ മെൽട്ടായി വരുന്നുണ്ട്. പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. പുഡിങ് എന്ന് പറഞ്ഞ് അതിന് എന്തൊക്കെയോ ചെയ്യാനൊന്നുമില്ല, പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമ്മുടെ പാല് ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ, ചൂടായി വന്നു. അപ്പം ഇനി നമുക്കതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ച മാംഗോ പൾപ്പിൽ അടിച്ചെടുത്ത് അത് ചേർക്കാം കേട്ടോ. അതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. ഇളം ചൂടാണ് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ തിളക്കാനൊന്നും വെക്കണ്ട കേട്ടോ. പാല് നന്നായി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ, നന്നായി മിക്സ് ചെയ്തെടുക്കണം. മാങ്ങ അടിച്ചെടുത്തെങ്കിലും അതിൻ്റെ ഇങ്ങനെ മിക്സ് ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഇതേപോലെ മീറ്റിങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പോൾ നമ്മൾ നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. പിന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതുവരെ ഓഫ് ചെയ്യേണ്ട. സ്റ്റൗ ഓഫ് ചെയ്ത് കുറച്ച് തണുത്തതിന് ശേഷം ചൈന ഗ്രാസ് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മൾ നല്ലോണം വെയിറ്റ് ചെയ്യേണ്ട തണിയാൻ വേണ്ടിയിട്ട്. അപ്പം രണ്ടും ഒരേ ടെമ്പറേച്ചർ ആണെങ്കിൽ നമുക്ക്, അതുകൊണ്ടാണ് നമ്മൾ ഒരേ സമയത്ത് വെച്ചത്. ഒരേ ടെമ്പറേച്ചർ ആണെങ്കിൽ അപ്പോൾ തന്നെ ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കാട്ടില്ലെങ്കിൽ അത് പിരിഞ്ഞു പോവും. അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മുകളിൽ ഇങ്ങനെ പൾപ്പിൻ്റെ ഒരു കട്ട പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ, നമുക്ക് അത് അടിച്ചെടുക്കണം കേട്ടോ. അത് അടിച്ചെടുത്തെങ്കിൽ നമ്മൾ പുഡിങ് കാണാനൊരു ഭംഗിയുണ്ടാവും. ഇല്ലെങ്കിൽ നമുക്ക് ആ പൾപ്പിൻ്റെ നമ്മളെ മാങ്ങൻ്റെ ഒരു നാര് പോലത്തെ ഒരു സംഭവമില്ലേ, നമുക്കിങ്ങനെ പുഡിങ്ങിൽ കടിക്കുന്ന സമയത്ത് അങ്ങനെ വരും. അപ്പോൾ എന്താക്കുക, നമുക്ക് അരിച്ചെടുക്കാൻ നല്ലപോലെ അരിച്ചെടുത്ത് നമുക്കതിൻ്റെ എയർ ബബിൾസെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ. ഈ ബബിൾസ് മാറ്റിയെടുക്കണം, ഇല്ലെങ്കിൽ നമുക്കിത് സെറ്റ് ആയതിനു ശേഷം ഇങ്ങനെ തോട്ട ഉണ്ടാവും അവിടെ ഇവിടെ ഒക്കെ. അപ്പോൾ നമുക്കത് അതേപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. ബബിൾസ് എല്ലാം ഒന്ന് മാറ്റിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. ഫ്രിഡ്ജിലോട്ട് മാറ്റിയെടുത്തതിന് ശേഷം സെറ്റ് ആയതിനു ശേഷം നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.